ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മിക്സഡ് MCQs ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊഖാര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൊഖാര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? നേപ്പാൾ, ഭൂട്ടാൻ, ഇന്തോനേഷ്യ, മ്യാൻമാർ. പൊഖാര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളാണ് കേട്ടോ. പൊഖാര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. 2023 ജനുവരിയിൽ നേപ്പാളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിമാനത്താവളമാണ് ഈ പൊഖാര വിമാനത്താവളം. 2023 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്തതാണ് പൊഖാര വിമാനത്താവളം. 2023 ജനുവരിയിൽ നേപ്പാളിൽ 68 യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടം നടന്ന സ്ഥലം ചോദിച്ചാലും അത് പൊഖാരയാണ് കേട്ടോ. ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിമാനത്താവളം, അതുപോലെ 68 പേർക്ക് മരണം സംഭവിച്ച നമ്മുടെ റെയിൽവേ അല്ല, എയർപോർട്ട് ചോദിച്ചാലും പൊഖാര വിമാനത്താവളം തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2021 ജേതാവായെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ് 2021 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആർക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. വഹീദ റഹ്മാൻ, രജനീകാന്ത്, ആശാ പരേഖ്, അമിതാഭ് ബച്ചൻ. അത് ആർക്കാണ് കിട്ടിയത്? വഹീദ റഹ്മാനാണ് കേട്ടോ. വഹീദ റഹ്മാനാണ്. വഹീദ റഹ്മാനാണ്. ഇനി 2020 52ാമത് ദാദാസാഹിബ് പുരസ്കാരം കിട്ടിയ ആളാണ് ആശാ പരേഖ് ആണ്. ഇനി 2019 51ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയത് രജനീകാന്തിന്. ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 15 ലക്ഷമുണ്ട്. ദാദാസാഹിബിൻ്റെ സമ്മാന തുക എത്രയാണ്? 15 ലക്ഷം രൂപയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ശരിക്കും ഇത് ദാദാസാഹിബിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 10 ലക്ഷമായിരുന്നു. അത് റിവൈസ് ചെയ്തിട്ട് 15 ലക്ഷം ആക്കിയതാണ് 2024. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന്? കാംബ്രിഡ്ജ്, JNU, വിശ്വഭാരതി, ബനാറസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? വിശ്വഭാരതിയാണ് കേട്ടോ. വിശ്വഭാരതിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലെത്തിയ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. 1921 പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ചതാണ് വിശ്വഭാരതി. 1921 രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ചതാണ് നമ്മുടെ വിശ്വഭാരതി. ഇതിൻ്റെ വിശ്വഭാരതിയുടെ ചാൻസലർ ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും കേട്ടോ. വിശ്വഭാരതിയുടെ ചാൻസലർ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റീൻ്റെയും പൊതുവെ ചാൻസലർ ആരാണ്? ഗവർണറാണ്. പക്ഷേ വിശ്വഭാരതിൻ്റെ ചാൻസലർ വരുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഗോൾഡൻ ഗ്ലോബ് റേസ് പായിവഞ്ചിയോട്ട മത്സരം ഒറ്റയ്ക്ക് പൂർത്തിയാക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? മിൻകു, മോൺഗോമറി സ്കിൻ, അഭിലാഷ് ടോമി, റോമനിക് ഭട്ട്. അതാരാണ് ആദ്യ ഏഷ്യക്കാരൻ എന്ന് പറയുന്നത്? അഭിലാഷ് ടോമിയാണ് കേട്ടോ. അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമിയുടെ പായിവഞ്ചിയുടെ പേരാണ് ഭയാനത്ത് കേട്ടോ. ആ പായിവഞ്ചിൻ്റെ പേര് ചോദിച്ചുള്ളത് ഭയാനത്താണ് പായിവഞ്ചിയുടെ പേര്. ഇനി ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ വനിത, അല്ലെങ്കിൽ ഇതിൽ ഫസ്റ്റ് വന്ന ആൾ ചോദിച്ചാലും ആര് തന്നെയാണ്? ക്രിസ്റ്റൻ ന്യൂഫിഷർ ആണ് കേട്ടോ. ക്രിസ്റ്റൻ ന്യൂഫിഷർ എന്ന് എന്തെങ്കിലും വാലോല അലച്ചാൽ മതി. ന്യൂഫിഷറാണ്. ക്രിസ്റ്റൻ ന്യൂഫിഷർ സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. ആദ്യ വനിതയാണ്. ഫസ്റ്റ് എത്തുന്നതും ഈ ക്രിസ്റ്റൻ ന്യൂഫിഷറാണ്. നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23, സെപ്റ്റംബർ 14, ജൂൺ 14, ഒക്ടോബർ 22. അത് ഓഗസ്റ്റ് 23 കേട്ടോ. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23 എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ചന്ദ്രയാൻ 3 അപ്പോൾ വിക്ഷേപിച്ച ഡേറ്റ് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 കേട്ടോ. വിക്ഷേപിച്ചത് ജൂലൈ 14. ഇനി വിക്ഷേപണ വാഹനം ചോദിച്ചാൽ അത് LVM Mark 3 ആണ്. LVM Mark 3 M4 ആണ് കേട്ടോ. LVM Mark 3 M4 ആണ്. ഇനി സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിനിട്ടിരിക്കുന്ന പേര് ചോദിച്ചാൽ അത് ശിവശക്തി പോയിന്റ് എന്നാണ്. സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിനിട്ടിരുന്ന പേര് ശിവശക്തി പോയിന്റ് എന്നും. 7 പേലോഡുകളാണ് നമ്മുടെ ചന്ദ്രയാൻ 3 ഉള്ളത്. 7 പേലോഡുകളും ചന്ദ്രയാൻ 3 ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2022 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ച ആനി എർണോക്സിൻ്റെ രാജ്യം ഏതാണെന്ന്? 2022 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ച ആനി എർണോക്സിൻ്റെ രാജ്യം USA, ജർമ്മനി, സ്വീഡൻ, ഫ്രാൻസ്. എന്താണ് ആൻസർ? ഫ്രാൻസ് ആണ് കേട്ടോ. ആനി എർണോക്സിൻ്റെ രാജ്യമാണ് ഫ്രാൻസ്.
ഇനി ആനി എർനോക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്, ദ ഇയേഴ്സ് ആണ് കേട്ടോ. ദ ഇയേഴ്സ് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് ആനി എർനോക്സിൻ്റെ കൃതിയാണ്, ദ ഇയേഴ്സ്. അതുകൂടാതെ എ മാൻസ് പ്ലേസ് ഉണ്ട്, എ മാൻസ് പ്ലേസ്. ക്ലീൻഡ് ഔട്ട് ഉണ്ട്, ക്ലീൻഡ് ഔട്ട് ഉണ്ട്. ഗെറ്റിംഗ് ലോസ്റ്റ് ഉണ്ട്. അതുപോലെ ഹാപ്പനിങ് ഉണ്ട് കേട്ടോ, ഹാപ്പനിങ്. ദ ഇയേഴ്സ് ഉണ്ട്, എ മാൻസ് പ്ലേസ്, ക്ലീൻഡ് ഔട്ട്, ഗെറ്റിംഗ് ലോസ്റ്റ്, അതേപോലെ ഹാപ്പനിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആനി എർനോക്സിൻ്റെ ആണ്. 2022 നോബൽ പുരസ്കാരം കിട്ടിയതാണ്. ഇനി 2023 സാഹിത്യ നോബൽ ജേതാവ് ആരാണ്? 2023 നമ്മുടെ സാഹിത്യ നോബൽ ജേതാവാണ് ആര്? ജോൺ ഫോസെ കേട്ടോ, ജോൺ ഫോസെ ആണ്. ജോൺ ഫോസെൻ്റെ രാജ്യം ചോദിച്ചാലോ നോർവേ ആണ് കേട്ടോ. ജോൺ ഫോസെൻ്റെ രാജ്യം ഏതാണ്? നോർവേ ആണ്. ഇനി ജോൺ ഫോസെൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊന്ന് നോക്കിക്കോ, അത് സെപ്റ്റോളജി ആണ്, സെപ്റ്റോളജി. ജോൺ ഫോസെൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ സെപ്റ്റോളജി ഉണ്ട്, മോർണിംഗ് ആൻഡ് ഈവനിങ് ഉണ്ട്, വേക്ക്ഫുൾനെസ് ഉണ്ട്, സെപ്റ്റോളജി ഉണ്ട്, മോർണിംഗ് ആൻഡ് ഈവനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രാദേശിക ഭാഷയിൽ ന്യായവിധി പ്രസിദ്ധീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈക്കോടതി ഏതാണ്? പ്രാദേശിക ഭാഷയിൽ ന്യായവിധി പ്രസിദ്ധീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈക്കോടതി തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ന്യൂഡൽഹി. ഏതാണ്? കേരളമാണ് കേട്ടോ പ്രാദേശിക ഭാഷയിൽ ന്യായവിധി പ്രസിദ്ധീകരിക്കുന്നത്. കേരള ഹൈക്കോടതി 2023 ഫെബ്രുവരി 21 സമീപകാല 2 വിധിന്യായങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു എന്നാണ്. 2023 ഫെബ്രുവരി 21 ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷയിൽ വിധികൾ പ്രഖ്യാപിച്ചത്. ഈ ഫെബ്രുവരി 21 എന്ത് ഡേ ആണ്? മാതൃഭാഷ ദിനമാണ് കേട്ടോ, മാതൃഭാഷ ദിനമാണ്. മൾട്ടി ലിംഗ്വൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ, ബഹുഭാഷ വിദ്യാഭ്യാസം എന്നാണ് 2024 അല്ലെങ്കിൽ 2023 രണ്ട് വർഷത്തെ തീം ഇത് തന്നെയാണെന്ന് തോന്നുന്നത്. അതായത് 2024 തീം എന്ന് പറയുന്നത് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചാണ് പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷയിൽ ഇത് പ്രസിദ്ധീകരിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മത്സരത്തിൽ കളിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് താരം ആരാണ്? അന്താരാഷ്ട്ര മത്സരത്തിൽ കളിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റർ ജോയിറ്റ മൊണ്ടൽ, തഷ്നുവ എനൻ, നാസ് ജോഷി, ഡാനിയേല മെഗ്ഗഫിയാണ് കേട്ടോ. ഡാനിയേല മെഗ്ഗഫിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മത്സരിക്കുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന് പറയുന്നത്. ഡാനിയൽ മെഗ്ഗഫിയാണ്. കനേഡിയൻ താരമാണ് കേട്ടോ. രാജ്യം കൂടെ നോക്കിക്കോ, കനേഡിയൻ താരമാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ക്യാൻ ഓൾസോ പ്ലേ ഇൻ ക്രിക്കറ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ കനേഡിയൻകാരിയാണ് അല്ലെങ്കിൽ കാര്യമാണ്. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ താരം അറിയപ്പെടുന്നത് അതാരാണ്? അത് ജയസൊലൂവയാണ് കേട്ടോ, ജയസൊലൂവ. എന്താണ്? ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ താരം അതാണ് ജയസൊലൂവ. ഇത് ക്രിക്കറ്റാണ്. ഡാനിയേല മെഗ്ഗഫിയാണ്. ഒക്കെ അടുത്ത ദിവസത്തിലോട്ട് പോകാം. 2017 - 2021 ഇടയിൽ നൽകിയ എല്ലാ ട്രാഫിക് ചലാനുകളും റദ്ദാക്കിയ സംസ്ഥാന സർക്കാർ ഏതാണെന്ന്. ട്രാഫിക് ചലാനുകളൊക്കെ 2017 തൊട്ട് 2021 വരെയുള്ള എല്ലാ ട്രാഫിക് ചലാനുകളും റദ്ദാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ UP ആണ് കേട്ടോ. UP ആണ് ട്രാഫിക് ചലാനുകൾ റദ്ദാക്കിയത്. റദ്ദാക്കലിൽ നിലവിൽ വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളും ഉൾപ്പെടുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അത് റദ്ദാക്കിയിട്ടുണ്ട്. അടുത്തത്, നിലവിലെ UN സെക്രട്ടറി ജനറൽ ആരാണെന്ന്. നിലവിലെ UN സെക്രട്ടറി ജനറൽ ഓപ്ഷൻ ഒന്നും വേണ്ടല്ലോ, ആരാണ്? ആന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. പോർച്ചുഗൽക്കാരനായ ആന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലെ UN സെക്രട്ടറി ജനറൽ. എത്രാമത്തെ സെക്രട്ടറി ജനറൽ ആണെന്ന് ചോദിച്ചാൽ 9ാമത്തെ ആണ് കേട്ടോ. 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശേഷം UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ വ്യക്തി ചോദിച്ചാലും ഈ ആന്റോണിയോ ഗുട്ടറസ് ആണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയ ശേഷം, അതായത് പോർച്ചുഗലാണ് രാജ്യം, പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രി ആയ ശേഷം UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ യൂട്യൂബിൻ്റെ CEO ആരാണെന്നാണ് ചോദ്യം. യൂട്യൂബിൻ്റെ CEO സത്യ നദേല, സുന്ദർ പിച്ചെ, നീൽ മോഹൻ, ജാമി ഡിമൻ. ആരാണ്? നീൽ മോഹനാണ് കേട്ടോ. നീൽ മോഹനാണ് യൂട്യൂബിൻ്റെ CEO എന്ന് പറയുന്നത്. യൂട്യൂബിൻ്റെ CEO എന്ന് പറയുന്ന ആരാണ്? നീൽ മോഹനാണ്. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരനാണ് ഈ നീൽ മോഹൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സത്യ നദേല എന്തിൻ്റെ CEO ആണ്? സത്യ നദേല മൈക്രോസോഫ്റ്റ് കേട്ടോ. മൈക്രോസോഫ്റ്റിൻ്റെ CEO എന്ന് പറയുന്നത് സത്യ നദേലയാണ്. ഗൂഗിളിൻ്റെ CEO ആണ് ആര്? സുന്ദർ പിച്ചൈ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ CEO ആണ്.
മൈക്രോസോഫ്റ്റിൻ്റെ ആണെങ്കിൽ ആരാണ്? സത്യ നടയിലാണ് കേട്ടോ, സത്യ നടയിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് യുക്രൈൻ്റെ തലസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുക്രൈൻ്റെ തലസ്ഥാനം പോൾട്ടവ, ബുച്ച്, മോസ്കോ, കീവ്. ഇതിലേതാണ്? കീവാണ് കേട്ടോ. കീവാണ് നമ്മുടെ യുക്രൈൻ്റെ തലസ്ഥാനമായത്. കീവാണ്. യുക്രൈൻ പ്രസിഡന്റ് ആണെങ്കിലോ, യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആണ് കേട്ടോ. യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആണ്. ഇനി റഷ്യൻ തലസ്ഥാനം ഏതാണ്? റഷ്യൻ തലസ്ഥാനം അതാണ് മോസ്കോ. റഷ്യൻ തലസ്ഥാനം ചോദിച്ചാൽ അത് മോസ്കോ ആണ്. റഷ്യയുടെ പ്രസിഡന്റ് ആണെങ്കിലോ വ്ളാദിമിർ പുതിൻ ആണ്. വ്ളാദിമിർ പുതിൻ റഷ്യയുടെ 5ാം വട്ടം പ്രസിഡന്റ് ആവുന്ന ആളാണ് വ്ളാദിമിർ പുതിൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെസ്റ്റേൺ ലെയിൻ ആരുടെ നോവലാണ്? വെസ്റ്റേൺ ലെയിൻ എന്ന് പറയുന്നത് ആരുടെ നോവലാണെന്ന് ചോദിച്ചാൽ പോൾ ലിഞ്ച്, ഷെഹാൻ കരുണതിലക്, ചേതന മാരു, റസ്കിൻ ബോണ്ട്. വെസ്റ്റേൺ ലെയിൻ ആരുടെ കൃതിയാണ്? ചേതന മാരുവിൻ്റെ ആണ് കേട്ടോ. ചേതന മാരുവിൻ്റെ ആണ്. എന്തായിരുന്നു പ്രത്യേകത എന്ന് ചോദിച്ചാൽ 2023 ബുക്കർ പ്രൈസ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയായ ചേതന മാരുവിൻ്റെ നോവലാണ് ഈ വെസ്റ്റേൺ ലെയിൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ദി ബുക്കർ പ്രൈസ്? ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് നോവലിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? UK, അയർലൻഡ് കേട്ടോ. UK, അയർലൻഡുകളിൽ പ്രസിദ്ധീകരിക്കുന്നതിനാണ് ബുക്കർ പ്രൈസ് കൊടുക്കുന്നത്. ഇനി 2023 നമ്മുടെ ബുക്കർ പ്രൈസിൻ്റെ വിജയി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് പോൾ ലിഞ്ച് കേട്ടോ. വിജയ് പോൾ ലിഞ്ച് ആണ്. അതിൽ നോമിനേഷനിൽ പോയ ഇന്ത്യക്കാരുടെ നോവലാണ് വെസ്റ്റേൺ ലെയിൻ, ചേതന മാരുവാണ്. ഇനി ഈ പോൾ ലിഞ്ചിൻ്റെ കൃതി ചോദിച്ചാൽ അത് ദ പ്രൊഫറ്റ് ആണ് കേട്ടോ. ദ പ്രൊഫറ്റ് സോങ് ആണ് പോൾ ലിഞ്ചിൻ്റെ കൃതി എന്ന് പറയുന്നത്. ഇനി 2022 ബുക്കർ പ്രൈസ് ജേതാവോ? അത് ഷെഹാൻ കരുണതിലകാണ് കേട്ടോ. ഷെഹാൻ കരുണതിലകാണ് 2022 ബുക്കർ പ്രൈസിന് ജേതാവ്. അത് ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡയാണ് നോവൽ. 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എഴുതിയ ഷെഹാൻ കരുണതിലക് 2022 കിട്ടി. 2023 നമ്മുടെ പോൾ ലിഞ്ചിനും കിട്ടി. 2023 നോമിനേഷനിൽ പോയതാണ്. വെസ്റ്റേൺ ലെയിൻ എഴുതിയത് ചേതന മാരുവാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യ, ജർമ്മനി, സ്പെയിൻ, സൗത്ത് കൊറിയ. എവിടെയാണ്? ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഒഡീഷയിലാണ്. ഒഡീഷയിലെ കറക്റ്റായിട്ട് സ്ഥലം പഠിച്ചു വെക്കണം. റൂർക്കേലയാണ് കേട്ടോ. റൂർക്കേലാണ്. കാരണം അവർ റൂർക്കേല, സാമ്പൽപൂർ, ഭുവനേശ്വർ ഇങ്ങനെയൊക്കെ മാറ്റി തരാം. അപ്പോൾ റൂർക്കേലയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ നമ്മുടെ ഹോക്കി സ്റ്റേഡിയത്തിനൊരു പേരുണ്ട്. അതാണ് ബിർസ മുണ്ട സ്റ്റേഡിയം എന്നാണ് കേട്ടോ. ബിർസ മുണ്ടയുടെ പേരിലുള്ള സ്റ്റേഡിയമാണ് ബിർസ മുണ്ട സ്റ്റേഡിയം. ചിലപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ പേരായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ബിർസ മുണ്ട സ്റ്റേഡിയം എന്നാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പേര് വരുന്നത്. 2023 ഹോക്കി ലോകകപ്പിൻ്റെ വേദി എവിടെയായിരുന്നത്? ഒഡീഷയിലായിരുന്നു കേട്ടോ. 2023 ഹോക്കി ലോകകപ്പിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലായിരുന്നു. ജേതാക്കൾ ജർമ്മനി ആയിരുന്നു. ബെൽജിയത്തിനാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ 2023 ഹോക്കി ജേതാക്കൾ ജർമ്മനിയായി ബെൽജിയത്തിനെ പരാജയപ്പെടുത്തി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2023 പത്മശ്രീ ലഭിച്ച മലയാളികളുടെ എണ്ണം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 2023 പത്മശ്രീ ലഭിച്ച മലയാളികളുടെ എണ്ണം, പത്മശ്രീയാണ്. പത്മശ്രീ ലഭിച്ച മലയാളികളുടെ എണ്ണം എത്രയാണ്? 4 പേരേ ഉള്ളൂ കേട്ടോ. 4 പേരേ ഉള്ളൂ. എന്നാൽ 2024 പത്മശ്രീ, പത്മവിഭൂഷണൊക്കെ മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. പത്മവിഭൂഷൺ കിട്ടില്ല, പത്മഭൂഷണൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് അടുത്ത വട്ടം, അതായത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത MCQs ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിൽ MCQs പറയാത്ത കുറേ റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ടാവും. ആ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത MCQ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത MCQവും കൂടെ എല്ലാവരും മറക്കാതെ കാണും. ബിക്കോസ് ഇതിൽ പറയാത്ത എക്സ്പ്ലനേഷനൊക്കെ അതിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2023 പത്മശ്രീ 4 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അതാരൊക്കെയാണ് നമുക്ക് നോക്കാം. അത് CI ഐസക്, ഒരാളാണ്. ആര്? CI ഐസക്കിനാണ്. CI ഐസക് ആണ്. സാഹിത്യം, വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് CI ഐസക്. പിന്നെ കിട്ടിയത് നമ്മുടെ VP അപ്പുക്കുട്ടൻ പൊതുവാളിനാണ്. VP അപ്പുക്കുട്ടൻ പൊതുവാളാണ്. അത് സാമൂഹിക പ്രവർത്തകനാണ്. VP അപ്പുക്കുട്ടൻ പൊതുവാൾ സാമൂഹിക പ്രവർത്തകൻ. പിന്നെ കിട്ടിയത് ചെറുവയൽ K രാമന് കിട്ടിയിട്ടുണ്ട്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചെറുവയൽ K രാമന് കിട്ടി.
പിന്നെ നമുക്ക് കിട്ടിയത് SRD പ്രസാദാണ് കേട്ടോ. SRD പ്രസാദ് എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. SRD പ്രസാദ് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത്രയും പേർക്കാണ് 2023 പത്മശ്രീ കിട്ടിയത്. CI ഐസക്, VP അപ്പുകുട്ടൻ പൊതുവാൾ, ചെറുവേൽ രാമൻ, SRD പ്രസാദ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണെന്ന്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണെന്ന് ചോദിക്കുക. INS കർസുര, INS വിരാട്ട്, INS അരിഹന്ത്, INS വിക്രാന്ത്. അത് INS വിക്രാന്ത് ആണ് കേട്ടോ. INS വിക്രാന്ത്. INS വിക്രാന്ത് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണെങ്കിൽ INS വിക്രാന്ത് ആണ്. 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി മോദി കമ്മീഷൻ ചെയ്തതാണ്. അപ്പോൾ 2022 സെപ്റ്റംബർ 2 കേട്ടോ. 2022 സെപ്റ്റംബർ 2 നമ്മുടെ നാളികേര ദിനമായിട്ടൊക്കെ ആചരിക്കുന്ന സെപ്റ്റംബർ 2 അന്നാണ് INS വിക്രാന്ത് നമ്മുടെ നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തത്. നിർമ്മാണ സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മാണ സ്ഥലം. ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ 30 വിമാനങ്ങൾ വഹിക്കാൻ ഇതിന് കഴിയുമെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ തവനൂര്, താനൂര്, വിയ്യൂര്, പൂജപ്പുര. ഏതാണ്? തവനൂരാണ് കേട്ടോ. തവനൂരാണ് കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ. തവനൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറമാണ് കേട്ടോ. തവനൂർ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഇനി കേരളത്തിലെ മറ്റ് സെൻട്രൽ ജയിലുകളാണ് ഈ പൂജപ്പുര തിരുവനന്തപുരത്തുള്ളതും പിന്നെ കണ്ണൂർ, വിയ്യൂരുള്ളത് ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. വിയ്യൂർ സെൻട്രൽ ജയിൽ എവിടെയാണ്? തൃശ്ശൂരാണ്. ഇതൊക്കെയാണ് നമ്മുടെ 4 സെൻട്രൽ ജയിലുകൾ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. KPSC ലളിതയുടെ പൂർണ്ണ രൂപം എന്താണ് ചോദിച്ചേക്കുന്നത്? KPSC ലളിത. KPSC ലളിതയുടെ പൂർണ്ണ രൂപം എന്താണ്? ദേവയാനിയമ്മ, ജാനകിയമ്മ, മഹേശ്വരിയമ്മ, കല്യാണിയമ്മ. എന്താണ്? മഹേശ്വരി അമ്മയാണ് കേട്ടോ. KPSC ലളിതയുടെ പൂർണ്ണരൂപം മഹേശ്വരി അമ്മയാണ്. ഇവർ അന്തരിച്ചത് 2022 ഫെബ്രുവരി 22 കുറച്ച് ബാക്കിലത്തെ ആണ്. എന്നാലും നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ അല്ലേ, അപ്പം അതുകൊണ്ട് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ KPSC ലളിതയുടെ യഥാർത്ഥ നാമം ചോദിച്ചാൽ മഹേശ്വരി അമ്മയാണ്. അവർ 2022 ഫെബ്രുവരി 22 അന്തരിച്ചത്. അമരം, ശാന്തം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് 2 തവണ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് 4 തവണ ലഭിച്ചിട്ടുണ്ട്. ചെറുകാട് പുരസ്കാരം ലഭിച്ച KPSC ലളിതയുടെ കൃതി ചോദിച്ചത് കഥ തുടരുമാണ് കേട്ടോ. കഥ തുടരും ആരുടെ കൃതിയെന്ന് ചോദിച്ചാൽ KPSC ലളിതയുടെയാണ് കഥ തുടരും. ഇത് വേണമെങ്കിൽ GKയുടെ കേസിലൊക്കെ ചോദിക്കാം. കഥ തുടരും ആരുടെയാണ്? KPSC ലളിതയുടെയാണ് കഥ തുടരും. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ഫെബ്രുവരിയിൽ HIV വൈറസ് മാരകശേഷിയുള്ള വകഭേദമായ VB വേരിയന്റ് കണ്ടെത്തിയ ഏത് രാജ്യത്താണെന്ന്? 2022 ന്യൂസാണ് അതും കൊടുത്തിരിക്കുന്നത്. ഇതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കുറച്ച് ബാക്കിലോട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് നമുക്കിപ്പം ചില എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ടല്ലോ. 2023 എക്സാംസ് നടന്നത് 2021 CA ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും വേസ്റ്റഡൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. അപ്പോൾ 2022 ഫെബ്രുവരിയിൽ HIV വൈറസിന് മാരകശേഷിയുള്ള വകഭേദമായ VB വേരിയന്റ് കണ്ടെത്തിയത് ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ നെതർലാൻഡാണ് കേട്ടോ. VB വേരിയന്റ് കണ്ടെത്തിയത് നെതർലാൻഡ്. അതിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഉത്തരാഖണ്ഡിൻ്റെ ആദ്യ വനിതാ സ്പീക്കർ ആരാണെന്ന്? ഉത്തരാഖണ്ഡിൻ്റെ ആദ്യ വനിതാ സ്പീക്കറാണ് ആര്? ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകാം കേട്ടോ. ഋതു ഗണ്ടൂരി ഭൂഷണാണ് കേട്ടോ. ഋതു ഗണ്ടൂരി ഭൂഷണാണ് ഉത്തരാഖണ്ഡിൻ്റെ ആദ്യ വനിതാ സ്പീക്കർ. ഋതു ഗണ്ടൂരി ഭൂഷണാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആദ്യ വനിതാ ഡയറക്ടറാണെങ്കിലോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ചോദിച്ചാൽ ശുക്ല മിശ്രയാണ് കേട്ടോ. ശുക്ല മിശ്രയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 94ാമത് ഓസ്കാർ അവാർഡ് 2022 അത് ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 2024 ഓസ്കാർ എത്രാമത്തെയാണ്? 96ാം ഓസ്കാറാണ് കേട്ടോ. 96ാം ഓസ്കാറാണ്. അതിലെ മികച്ച നടൻ എന്താ? അത് പറഞ്ഞു. അതിലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? കിലിയൻ മർഫിയാണ് കേട്ടോ. കിലിയൻ മർഫിനെയാണ് അതിലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതിലെ അഭിനയത്തിനാണ്? നമ്മുടെ ഓപ്പൺ ഹെയ്മർ എന്ന സിനിമയിൽ അഭിനയത്തിനാണ്. മികച്ച സിനിമയാണെങ്കിലോ ഓപ്പൺ ഹെയ്മറിന് കിട്ടി. ഇനി മികച്ച സംവിധായകനാണെങ്കിലോ അത് നമ്മുടെ ക്രിസ്റ്റഫർ നോളനാണ്. ഓപ്പൺ ഹെയ്മർ എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ്. ഓക്കെ, ഇനിയും 2023 സംസ്ഥാന ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ല ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 2023
സംസ്ഥാന ഭരണഭാഷാ പുരസ്കാരം കിട്ടിയ മികച്ച ജില്ല കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, മലപ്പുറം. ആൻസർ മലപ്പുറമാണ് കേട്ടോ. മലപ്പുറത്തിനാണ് മികച്ച ഭരണഭാഷാ പുരസ്കാരം കിട്ടിയ ജില്ല. മികച്ച വകുപ്പാണെങ്കിലോ ഭരണഭാഷാ പുരസ്കാരം കിട്ടിയ മികച്ച വകുപ്പ് സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ്. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിനാണ് മികച്ച ഭരണഭാഷാ പുരസ്കാരം കിട്ടിയ വകുപ്പ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ചോദിച്ചത് കൊല്ലമാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. കുളത്തൂപ്പുഴയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എവറസ്റ്റ് കീഴടക്കിയ തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യ വനിത ആരാണെന്ന്? എവറസ്റ്റ് കീഴടക്കിയ തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യ വനിതയാണ് ഏത്? മുത്തമിഴ് സെൽവി കേട്ടോ. മുത്തമിഴ് സെൽവിയാണ് എവറസ്റ്റ് കീഴടക്കിയ തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യ വനിത എന്ന് പറയുന്നത്. ഇനി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത അത് ബച്ചേന്ദ്രപാലാണ് കേട്ടോ. ബച്ചേന്ദ്രപാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2024 മാർച്ച് 12 പ്രധാനമന്ത്രി മോദി എത്ര വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? 2024 മാർച്ച് 12 പ്രധാനമന്ത്രി മോദി ഫ്ലാഗ് ഓഫ് ചെയ്ത ട്രെയിൻ വന്ദേ ഭാരതുകളുടെ എണ്ണം ചോദിച്ചാൽ 10 എണ്ണമാണ് കേട്ടോ. 10 എണ്ണമാണ് 2024 മാർച്ച് 12 കൂടിയിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഒരു മിനിറ്റ്. ഇതോടെ രാജ്യത്തെ ആകെ വന്ദേ ഭാരതുകളുടെ എണ്ണം 100 ആയി കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിക്കോ. 100 നമ്മുടെ സെഞ്ചുറി തികഞ്ഞ ഡേറ്റ് ആണ്. എന്ന് 2024 മാർച്ച് 12 വന്ദേ ഭാരത് 10 വന്ദേ ഭാരത് ട്രെയിനും കൂടി നമ്മുടെ മോദി കമ്മീഷൻ ചെയ്തതോട് കൂടിയിട്ട് വന്ദേ ഭാരതുകളുടെ എണ്ണം 100 ആയിട്ട് മാറി. അതുകൊണ്ട് ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ ഇറങ്ങിയത് 2019 കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ ഇറങ്ങിയത് എപ്പോഴാണ്? 2019 സർവീസ് തുടങ്ങിയത്. നമ്മൾ വന്ദേ ഭാരതിനെ പറ്റിയിട്ടും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് എന്നാണ് ഇറങ്ങിയത്, ഏതൊക്കെയായിരുന്നു, നമ്മുടെ ഇവിടെ വന്നത് എത്രാമത്തെയാണ്, ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ക്ലാസ്സും കൂടെ ഇത് കഴിഞ്ഞിട്ട് കാണുന്നവർ ആ ക്ലാസ്സും കൂടെ മറക്കാതെ കാണണം. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയല്ലേ. എന്നായിരുന്നു വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസമാണ് 2023 ഓഗസ്റ്റ് 23 എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച എന്നാണ്? ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചൊക്കെ പഠിക്കണം. ബിക്കോസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണെന്നുള്ളത്. അപ്പോൾ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നായിരുന്നു? 2008 ഒക്ടോബർ 22 കേട്ടോ. 2008 ഒക്ടോബർ 22 ഞാൻ എഴുതിയ എക്സാം ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇങ്ങനെ പറയുന്നത്. കാരണം അതിൽ വന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ഒക്കെ കാണപ്പാടുന്ന തന്നെയാണ്. ഓക്കെ. അപ്പോൾ 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. എന്നാൽ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ജൂലൈ 22 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചു. ഫസ്റ്റ് ആണെങ്കിൽ 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം കേട്ടോ. BVR സുബ്രഹ്മണ്യം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ വേഗം പോകുന്നത്. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആയിട്ട് വരുന്നത്. ഇനി നീതി ആയോഗിൻ്റെ അധ്യക്ഷനായിരുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആണ്. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ഇപ്പോഴും നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനാണ് സുമൻ കെ ബറിയാണ് കേട്ടോ. സുമൻ കെ ബറിയാണ് നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രഥമ കേരള പുരസ്കാരം പ്രഖ്യാപിച്ചത് 2022 രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 3 വിഭാഗങ്ങളിലാണ് കേരള പുരസ്കാരം നൽകുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൻ്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം. ഓക്കെ. ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കേട്ടോ. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 2022 ആദ്യമായിട്ട് കേരള പുരസ്കാരം കൊടുത്തത്. ഇനി അതിൽ 3 പുരസ്കാരങ്ങളാണ്. കേരള ജ്യോതിയുണ്ട്, കേരള പ്രഭയുണ്ട്, കേരള ശ്രീ ഉണ്ട്. അതിൽ 2022 കിട്ടിയ ആൾക്കാരുടെ എണ്ണം പഠിക്കണം. 10 പേർക്കാണ് കേട്ടോ. 2022 കിട്ടിയത് 10 പേർക്കാണ് കിട്ടിയത്. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് MT വാസുദേവൻ നായർക്കായിരുന്നു. 2022 പ്രഥമ കേരള ജ്യോതി കിട്ടിയത് MT വാസുദേവൻ നായർക്കും. 2023 കിട്ടിയതാണെങ്കിലോ അത് T പത്മനാഭനുമാണ്. കേരള ജ്യോതി കിട്ടിയത് T പത്മനാഭനുമാണ്. പക്ഷേ 2022 10 പേർക്കാണ് കിട്ടിയത്. ഇനി ഇതിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത MCQs തുടങ്ങുകയുള്ളൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആർക്കിടെക്റ്റ് ബിമൽ
ബിമൽ പട്ടേലാണെന്ന്. ഇനി പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി വൃത്താകൃതിയാണെന്നാണ് പറയുന്നത്. വൃത്താകൃതി. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് ശരിയായിട്ട്. ഇത് രണ്ടും തെറ്റാണ്. കാരണം നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് എന്നാണ്? 2023 മെയ് 28-നാണ്. മെയ് 28-ന് ഉദ്ഘാടനം ചെയ്തു. 2023 സെപ്റ്റംബർ 19 എന്താ ചെയ്തത്? അത് ആദ്യമായിട്ട് ആദ്യത്തെ സമ്മേളനം നടന്നത്. നാരീശക്തി ബില്ല് അവതരിപ്പിച്ച ഡേറ്റാണിത് ലോകസഭയിൽ. അതായത് ആദ്യമായിട്ട് സമ്മേളനം നടന്ന ഡേറ്റാണിത്. ഇനി വിമൽ പട്ടേലാണ് നമ്മുടെ ഇതിൻ്റെ ആർക്കിടെക്റ്റ്. വൃത്താകൃതി അല്ല. ഏതാകൃതിയാണ്? ട്രയാങ്കുലർ ആകൃതിയാണല്ലേ. ട്രയാങ്കുലർ ആകൃതി അല്ലെങ്കിൽ ത്രികോണ ആകൃതിയിലുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് മന്ദിരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്നാണ് തറക്കല്ലിട്ടത്? ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് മോദിയാണ്. എന്നാണ് തറക്കല്ലിട്ടതെന്ന് ചോദിച്ചാലോ, അത് 2020 ഡിസംബർ 10-നാണ് കേട്ടോ. തറക്കല്ലിട്ട ഡേറ്റ് 2020 ഡിസംബർ 10-നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻഡമാനിലെ INAN 370 അടുത്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, INAN 370 ആൻഡമാനിലെ INAN 370 ദ്വീപിൻ്റെ പുതിയ പേരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഷഹീദ് ദ്വീപ്, നിസ്താർ ദ്വീപ്, സോമനാഥ് ദ്വീപ്, ഭാരതി ദ്വീപ്. ഏതാണ്? സോമനാഥ് ദ്വീപാണ് കേട്ടോ. സോമനാഥ് ദ്വീപ് ഇപ്പോൾ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. INAN 370-നാണ് ഈ ഒരു പേര് കൊടുത്തേക്കുന്നത്. പരംവീർ ചക്ര നേടിയ ആദ്യ സൈനികനായ സോമനാഥ് ശർമ്മയുടെ പേരാണ് ഈ ദ്വീപിന് കൊടുത്തേക്കുന്നത്. ഞാൻ ചോദിച്ചത് സോമനാഥാണ്. അല്ല കേട്ടോ. ആരാണ് ഈ സോമനാഥ്? ചോദിക്കാം. സോമനാഥ് അത് ആരോട്ട് ബന്ധപ്പെട്ടാണ്? സോമനാഥൊക്കെ നമ്മുടെ ഓപ്ഷനിൽ തരാം. വളരെ പെട്ടെന്ന് തന്നെ തെറ്റിപ്പോവുകയും ചെയ്യും ആൻസർ. അപ്പോൾ ഈ സോമനാഥ് ആരാണ്? പരംവീർ ചക്ര നേടിയ ആദ്യത്തെ സൈനികനായ സോമനാഥ് ശർമ്മയുടെ പേരിലാണ് ഈ ദ്വീപ് നൽകിയിരിക്കുന്നത്. ഇനി സ്വരാജ് ദ്വീപ് എന്നൊക്കെ, ഷഹീദ് ദ്വീപ്, സ്വരാജ് ദ്വീപ്, നമ്മുടെ നേതാജി ദ്വീപ്, അങ്ങനെയൊക്കെ പേര് പണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതോടെ ഒന്ന് നോക്കി വെക്കാം. അതോടെ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിനെപ്പറ്റി അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. IQ എയർ പ്രസിദ്ധീകരിച്ച വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഏതാണെന്ന്? IQ എയർ റിപ്പോർട്ട്. പക്ഷേ ഇവരിനകത്തിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും പറയാം. IQ എയർ പ്രസിദ്ധീകരിച്ച വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ന്യൂഡൽഹി, റായ്പൂർ, ഭിവാഡി, കോയമ്പത്തൂർ. ഏതാണ് ആൻസർ? ഭിവാഡിയാണ് കേട്ടോ. നഗരം ചോദിച്ചാൽ ഭിവാഡിയാണ്. ഇതെവിടെയാണ് ഈ ഭിവാഡി സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? രാജസ്ഥാൻ കേട്ടോ. ഭിവാഡി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. പക്ഷേ ഇതിൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാലേ IQ എയർ ക്വാളിറ്റിന് ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഭിവാഡി എന്ന് പറയുന്നത് IQ എയർ ക്വാളിറ്റിന് 2022 റിപ്പോർട്ട് പ്രകാരമാണ്. ഇനി ലേറ്റസ്റ്റ് IQ എയർ ക്വാളിറ്റി 2023 വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും നഗരമുണ്ട്. അതിൽ ഫസ്റ്റ് വന്നതൊക്കെ വേറെ ആൾക്കാർ അല്ലെങ്കിൽ വേറെ എന്താ പറയുക രാജ്യങ്ങളും സിറ്റീസും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, IQ എയർ ക്വാളിറ്റി 2022 പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2022 മലിനീകരിക്കപ്പെട്ട ഇന്ത്യയിലെ നഗരം ഭിവാഡിയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാജസ്ഥാനാണ്. ഇതിൽ 2022 IQ എയർ ക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും മലിനമായ നഗരം ചോദിച്ചാൽ അത് പാകിസ്ഥാനിലെ ലാഹോറാണ് കേട്ടോ. ഏറ്റവും മലിനമായ നഗരം പാകിസ്ഥാനിലെ ലാഹോറാണ്. 22-23 അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവാണ്. കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഓപ്ഷനിൽ എല്ലാം കൂടി ഇട്ട് തരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ 22 പഠിച്ചതിന് 23 എനിക്ക് കിട്ടൂല എന്നുള്ളവരാണെങ്കിൽ 23 മാത്രം പഠിച്ചിട്ട് പോകുക കേട്ടോ. വെറുതെ കുഴഞ്ഞ് മറിഞ്ഞ് പോകണ്ട. ഓക്കെ, അപ്പോൾ 22-ലാണെങ്കിൽ നമ്മുടെ ലാഹോറാണ് ഏറ്റവും മലിനമായ നഗരം. 2ാം സ്ഥാനത്തുള്ളത് ഹൊട്ടനാണ്. ചൈനയിലെ ഹൊട്ടനാണ്. ഇനി 4ാം സ്ഥാനമുള്ളത് ന്യൂഡൽഹിക്കാണ്. 4ാം സ്ഥാനമുള്ളത് ആർക്കാണ്? ന്യൂഡൽഹിക്കാണ്. ഒക്കെ, ഭിവാഡിക്ക് 3ാം സ്ഥാനം കേട്ടോ. ഭിവാഡി ഇന്ത്യയിലെ ഏറ്റവും മലിനപ്പെട്ട നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഭിവാഡി പറയണം കേട്ടോ. ഭിവാഡിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനപ്പെട്ട നഗരം. 4ാം സ്ഥാനത്തുള്ളതാണ് ഡൽഹിയാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലാഹോറാണ്. സെക്കൻഡ് ഹൊട്ടനാണ്. ചൈനയിലെ ഹൊട്ടനാണ്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു 30 സെറ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ 30 സെറ്റ് MCQ സെറ്റും വരാം. അതിൻ്റെ കൂടെ ഇന്ന് പഠിച്ച 30 എണ്ണത്തിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.